വാർത്തകൾ തുടരുന്നു. ദേശീയപാതയിലെ ഗതാഗത കുരുക്കുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യാനെത്തിയ ഉദ്യോഗസ്ഥനെ പൂട്ടിയിട്ടു. ചാലക്കുടി PWD റെസ്റ്റ് ഹൗസിലാണ് ആ സംഭവം. ഇപ്പോൾ ജനപ്രതിനിധികളാരും പറഞ്ഞിട്ടില്ല. തീരുമാനിച്ചാണ് അവരെ തന്നെ പണി വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, എന്താണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കാനിടയായ സാഹചര്യം? ഇപ്പോൾ നിലവിലെ സാഹചര്യങ്ങൾ അവിടെ എങ്ങനെയാണ്? വിവരങ്ങൾ. ആ ദൃശ്യങ്ങളൊക്കെ കണ്ടത് ഈ ഉദ്യോഗസ്ഥനെ പൂട്ടിയിട്ട വിവരം പറഞ്ഞ് പോലീസ് PWD റെസ്റ്റ് ഹൗസിലേക്ക് എത്തുമ്പോൾ അവരെ കടത്തി വിടാതെ സമരക്കാരും പ്രതിഷേധക്കാരും ഒക്കെ തടയുന്ന ദൃശ്യങ്ങളാണ്. പോലീസ് ബലം പ്രയോഗിച്ച് അകത്തേക്ക് കടന്നു, റെസ്റ്റ് ഹൗസിനുള്ളിലേക്ക് കടന്നു. പക്ഷെ ഡോറിനടുത്ത് എത്തിയപ്പോൾ ഡോർ അകത്തു നിന്നും പൂട്ടി. അതോടുകൂടി പോലീസ് പുറത്തായി. ഇപ്പോഴും ആ തൽസ്ഥിതി തുടരുകയാണ്. നമുക്കറിയാം, ഈ ദേശീയപാതയിലെ വിവിധ സ്ഥലങ്ങളിൽ, മുരിങ്ങൂർ ഉൾപ്പെടെ ഉള്ള വിവിധ സ്ഥലങ്ങളിൽ നാളുകളായി വലിയ ഗതാഗത കുരുക്കാണ് രൂക്ഷമായിട്ടുള്ള വലിയ രീതിയിലുള്ള വാർത്തയും മറ്റു കാര്യങ്ങളൊക്കെ വന്നു. തുടർന്നിപ്പോൾ ടോൾ പിരിവ് വരെ ഹൈക്കോടതി നിർത്തിവെച്ചിരിക്കുന്നു. ആ നിർത്തിവെച്ച ടോൾ പിരിവ് വീണ്ടും നീട്ടിയിട്ടുണ്ട്. ഇന്ന് ഇതെല്ലാം ഒരു വശത്ത് നടക്കുന്നുണ്ടെങ്കിലും മറുവശത്ത് ഈ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ വേണം എന്നുള്ള തരത്തിലാണ് ഇന്ന് യോഗം വിളിച്ചത്. PWD റെസ്റ്റ് ഹൗസിൽ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കാണ് യോഗം വിളിച്ചത്. യോഗം വിളിച്ച ആള് പ്രൊജക്ട് ഡയറക്ടറാണ് ദേശീയപാതയുടെ. പക്ഷെ യോഗം ആരംഭിക്കുമ്പോൾ ഈ പ്രൊജക്ട് ഡയറക്ടർ സ്ഥലത്തെത്തിയില്ല. പകരം സൈറ്റ് എഞ്ചിനീയർ ആയിട്ടുള്ള അമൽ ആണ് എത്തിയത്. ഇതോടെയാണ് പ്രതിഷേധങ്ങൾ തുടങ്ങിയത്. കാരണം പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, സുപ്രീം കോടതി വരെ ഇടപെട്ട ഒരു വിഷയമാണ്. ഈ വിഷയം ചർച്ച ചെയ്യാനായി പ്രൊജക്ട് ഡയറക്ടർ യോഗം വിളിക്കുന്നു. എന്നിട്ട് സൈറ്റ് എഞ്ചിനീയറെ യോഗത്തിന് വിടുന്നു. ഈ യോഗത്തിൽ പങ്കെടുക്കുന്നവരുടെ 3 പഞ്ചായത്തുകളുടെ പ്രസിഡന്റുമാരും ഭരണസമിതി അംഗങ്ങളും ഉൾപ്പെടെയുള്ള ആളുകളാണ്. കൊരട്ടി, മേലൂർ, അതുപോലെ കാടുകുറ്റി. ഈ 3 പഞ്ചായത്തുകളെയൊക്കെ ഈ ഇവിടുത്തെ ബ്ലോക്ക് വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുള്ള 3 പഞ്ചായത്തുകളുടെ പ്രസിഡന്റുമാരും ഭരണസമിതി അംഗങ്ങളും പൊതുപ്രവർത്തകരും ഉൾപ്പെടെയാണ് യോഗത്തിൽ പങ്കെടുത്ത. യോഗം ആരംഭിക്കുമ്പോൾ തന്നെ പ്രതിഷേധം ആരംഭിച്ചു എന്ന് വേണം പറയാൻ. കാരണം പ്രൊജക്ട് ഡയറക്ടർ എത്തിയില്ല, പകരം സൈറ്റ് എഞ്ചിനീയറെ ആണ് വിട്ടത്. ഇതോടെ പ്രതിഷേധക്കാർ ഈ വന്ന സൈറ്റ് എഞ്ചിനീയറെ മുറിയിലിട്ട് അടച്ചു. ഈ മുറിയിലിട്ട് അടച്ചതോടുകൂടി ഈ സംഭവം വാർത്ത നൽകാനെത്തിയ പ്രാദേശിക മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ആ മുറിക്കകത്തുണ്ടായിരുന്നു. അവരും മുറിക്കകത്ത് പെട്ടു. മുറി അകത്തു നിന്ന് പൂട്ടി. ഈ വിവരം പറഞ്ഞാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച ദൃശ്യങ്ങളിൽ പോലീസ് എത്തിയത്. പോലീസ് എത്തി അകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടായ ഉന്തും തള്ളും വാഗ്വാദങ്ങളുമാണ് കണ്ടത്. എന്തായാലും പരിസ്ഥിതി ഇപ്പോഴും തുടരുകയാണ്. നമുക്കറിയാം, സർവീസ് റോഡിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള കുഴികളാണ്. ഈ കുഴികൾ ടാർ ചെയ്യുന്ന നടപടികൾ കഴിഞ്ഞ ദിവസമൊക്കെ ആരംഭിച്ചിരുന്നു. എന്നിരുന്നാൽ കൂടിയും ഈ പ്രദേശത്ത് മുരിങ്ങൂർ അടിപ്പാത നിർമ്മാണം നടക്കുന്ന സ്ഥലത്തും അതുപോലെ 4 ഇടങ്ങളിൽ ആമ്പല്ലൂർ ഉൾപ്പെടെയുള്ള സ്ഥലത്തും ഗതാഗത കുരുക്ക് വലിയ രീതിയിലാണ്. മണിക്കൂറുകളോളം കുരുക്കിൽ കിടന്ന് വേണം വാഹനങ്ങൾക്ക് ഒന്ന് കടക്കാൻ. ഒരു സ്ഥലത്ത് കടന്നാൽ അധികം വൈകാതെ തന്നെ അടുത്ത അടിപ്പാത നിർമ്മാണം നടക്കുന്ന സ്ഥലത്തെത്തി അവിടെയും ഇതേ അവസ്ഥ തന്നെയാണ്. ഇങ്ങനെ 4 ഇടങ്ങൾ താണ്ടി വേണം പാലക്കാട് ഭാഗത്തുനിന്ന് വരുന്ന ഒരു കാറോ അല്ലെങ്കിൽ ഒരു വാഹനത്തിനോ ഈ എടപ്പള്ളിയോ അല്ലെങ്കിൽ എറണാകുളത്തേക്കോ ഒക്കെ എത്താൻ. ഈ വിഷയം അതീവ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട വിഷയത്തിനാണ് ഈ ദേശീയപാതയുടെ പ്രൊജക്ട് ഡയറക്ടർ വരേണ്ട യോഗത്തിന് ഇപ്പോൾ സൈറ്റ് എഞ്ചിനീയറെ വിട്ടത്. ഇതാണ് പ്രതിഷേധത്തിനൊക്കെ ഇടയാക്കിയത്. എന്തായാലും പോലീസ് ഇടപെട്ട് മുറിയിലിട്ട് അടച്ച സൈറ്റ് എഞ്ചിനീയറെ അമലിനെ പുറത്ത് എത്തിക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. കാർത്തു.
ശരി, ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യാനെത്തിയ ഉദ്യോഗസ്ഥനെയാണ് പൂട്ടിയിട്ടിരിക്കുന്നത്. ചാലക്കുടി PWDയുടെ റെസ്റ്റ് ഹൗസിലാണ് സംഭവം. ഇപ്പോഴും ഉദ്യോഗസ്ഥനെ പുറത്തെത്തിക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നും പുരോഗമിക്കുകയാണ്. അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.